രാമ 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 പാഹി മാം. 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 താർമകൾ അൻപുള്ള തത്തേ വരിടോ. താമസശീലമറ്റേണമാശു നീ. രാമദേവൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി. എങ്കിലോ ഏൽപ്പിഞ്ചൊരുക്കി ഞാൻ ചൊല്ലുവൻ. പങ്കമെല്ലാമകലും പല ജാതിയും സങ്കടമേതും വരുകയുമില്ലല്ലോ. പങ്കജനേത്രൻ അധകൾ ഈട്ടിടിനാൾ. ഭാർഗവിയായ ജാനകി തന്നോട് ഭാഗ്യജലനിധിയായ രാഘവൻ. ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരി പൊക്കു. താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടുമൊന്നിച്ചു മേദിനീ പുത്രിയാം ഭാമിനി തന്നോടും എന്നെതിരേറ്റു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയമ്പു. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ. തന്നോടെ നാനാ ഗുണഗണം കാണുകയാൽ രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ അന്ത്രസുതഗണഭൂഷണഭൂഷിതൻ ചന്ദ്രോപനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രഭദ്രൻ ഭഗവാൻ ഭവഭജ്ഞനൻ രുദ്രാണിയായ ദേവി ഉടൻ രാമ ഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾ. വിദ്രുമതുല്യാധാരിയായ ഗൗരിയാ മന്ത്രിസുതയുമാനന്ദവിവശയായി ഭർതൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു. നാരായണൻ നളിനായ തലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദസേവ്യൻ നളിനാസനപ്രിയൻ നാര ആരാധി നളിന ശരഗുരു നാഥൻ നരസഹൻ നാനാ ജഗൻ
നാളീകഭാണ്ഡവവംശസമുദ്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശവിനാശന ആരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ ഭക്തജനതോമഭുക്തി മുക്തിപ്രദൻ സത്യവിമുക്തൻ വിമുക്ത ഹൃദിസ്ഥിതൻ വ്യക്തനവ്യക്തനനന്ദനനാമയൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ നഗ്നഞ്ജരീശ്വരനായ ദശാസ്യനു മുക്തി ഒടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നഗ്നം ദിവം ജീവിതാവിധി കേൾക്കിലും തൃപ്തി വരാ മമ വേണ്ടീല മുക്തിയും. ഇതം ഭഗവതി ഗൗരീ മനോമഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോടു ചൊന്ന മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരീ കേട്ടു എന്നരുളി ചെയ്തു. എങ്കിലും ഒരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗളദേവതാ ആമുഖൻ രാഘവനാംഗജനാശന വന്ദിതൻ കേശവൻ അംഗജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗളഗാത്രിയാ ജാനകി തന്നോടും നീലോൽപളദള ശ്യാമള വിഗ്രഹൻ നീലോൽപളദളലോല വിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതദേഹനായി രത്നസിംഹാസനം നന്മേലനാകുലം രത്നദണ്ഡം പൂണ്ട വെഞ്ചാമരം കൊണ്ടു പത്നിയാൽ വിജീതനായ കോമളൻ ബാലനിശാകര ബാലദേശേലസൻ മാലേയ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭ ഔസ്നുഭ അന്ധരൻ പ്രാണേയ ഭാനു സമാനനായ സമം ലീലയാ താംബൂല ചർവണാധൈരനു വേണം വിനോദിച്ചിരുന്നരുളുന്നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുക്തശരശ്ചന്ദ്ര തുല്യ തേജസ്സോടും ശുദ്ധ സ്ഫടിക സംകാശ ശരീരനായി സത്വരമമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാൽ അവതരിച്ചിടിനാൻ. ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ.
പാദ്യാസനാചനനീയാർയ പൂർവമാദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു. വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയ സംഗം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കരേഹം കണ്ടുകൊള്ളുവാനതി ദുർലഭം നിർണയം. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു അൺമാനവകാശവും വന്നിതു പുണ്ഡരീകോത്ഭവപുത്ര മഹാമുനേ. എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ. എന്നാലിനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ. എന്തൊരു കാര്യം നിരൂപിച്ചെടുന്നള്ളി സന്തോഷമുൾക്കൊണ്ടരുൾ ചെയ്യും വേണം. മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ. ഇതമാർണ്യ രഘുവരൻ മുഗ്ധഹാസേന മുനിവരനായ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസം അരുൾ ചെയ്തു. എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ. മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർത്തേണ്ടൊരു ഉപദേ. ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ. യോഗേശനായ നീ സംസാരി ഞാനിന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗൽപിതാവായ നിന്നുടെ ദിവ്യ ഗൃഹിണിയാകുന്നു നിർണയം. ഈരേഴു ലോകവും നിന്റെ ഗൃഹമിപ്പോൾ ചേരും ഗൃഹസ്ഥനാവുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും. അർണോജ സംഭവനാദി തൃണാന്തമായി ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കളൊക്കമേ നിന്നപ്പത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരിയെന്നതും. ഇക്കണ്ട ലോകജന്തുക്കൾ
സർവദാമുജ്ഞനാവും പിതാവായതും നീയല്ലോ ശുക്ലരക്താസിതവർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമ ഗുണത്രയ യുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും. സത്വങ്ങളെ ജനിപ്പിക്കുന്നതുമവൾ സത്യം തയോത്തമതിനില്ല സംശയം. പുത്ര മിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സത്തനായുള്ളു ഗൃഹസ്ഥൻ മഹാപതി. ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായൊരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീരമാദേവി ജാനകി. മാരാരിയും നീയുമാദേവി ജാനകി. സാരസംഭവനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാജാനകി. ശീത ഇരണൻ നീ രോഹിണി ജാനകി. ആദിതേയാധിപൻ നീ ശചി ജാനകി. ജാതവേദസ്സു നീ സ്വാഹാ മഹീസുത. അർജൻ നീ ദണ്ഡനീതിയും ജാനകി. രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരേന്ദ്രൻ ഭവാൻ ഭാർഗവീ ജാനകി. ശുക്രദൂർണൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സംബൽകരീ സീത. രാജരാജൻ നീ വസുന്ധരാ ജാനകി. രാജപ്രവര കുമാര രഘുപതേ. രാജീവലോചന രാമ ദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി. സ്വൽദ്രുമം നീലതാരൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സദ്ഗുണവാരിധേ. യാതൊന്നു പുല്ലിംഗവാചകം വേദാന്ത്യവേദ്യേ സർവവുമേവ നി. ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകി ദേവിയും. നിങ്ങളിരുവരും എന്നിയേ മറ്റൊന്നു എങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളൊരു നിന്നെ നിരഞ്ഞെറിഞ്ഞിങ്ങനെ സേവിച്ചു കൊള്ളൂ ജഗൽപതി. മായയാൽ മുടിമറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂന അവ്യയാകൃതമായതും. പിന്നെയ തിങ്കൾ നിന്നുണ്ടായി മഹത്തത്വം എന്നത തിങ്കൾ നിന്നുണ്ടായി സൂത്രവും. സർവാത്മകനായ ലിംഗമതിങ്കൾ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും. എന്നതഹങ്കാരബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയജാല സംയുക്തമായോ നല്ലോ. ജന്മമൃതി സുഖ ദുഃഖ
ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഹ്യയെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതമന്യൂനനാം പരൻ തദ്ധിയൊത്തൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാംബരൻ പരമാത്മാവ് രാജീവലോചനനാകുന്ന നീയല്ലോ. നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലേ ലയിക്കുന്നതുമൊക്കവേ നിൻ കഴിയാവുന്നിതൊക്കെയോർക്കും വിധവും കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരഹാരേ നരാധിപ. ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യു ദുഃഖാദികൾ. തൊൽനാഥാമശ്രവണാദി കൊണ്ടുടൻ ഉൾ ആമ്പിലുണ്ടായി വരും രമാൽ ഭക്തിയും തൊൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ തൊൽബോധവും മന ആമ്പിലുദിച്ചിടും. ഭക്തി മൂത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. തത്വഭക്ത ഭൃത്യന്മാരിലേകനേ ആത്മജ്ഞാനമാമെന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കണമേ. തൊന്നാഭി പങ്കജത്തിങ്കൽ നിന്ന അതാ മുന്നമുണ്ടായി ചതുർമുഖൻ വൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചു. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദബാഷ്പരിപ്ലുതനേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോളിവിടേക്കു ഞാൻ വന്ന കാരണമുൽപസംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായൊരു ഭവാനിത്ത ദശരഥൻ രാജരക്ഷാർത്ഥം അഭിഷേകമിപ്പാലും ചെയ്തു മാറെന്നൊരുമ്പെത്തിരിക്കുന്നതു നീയും അതിനനുകൂലനായി വന്നിടും. പിന്നെ
ദശമുഖനെ ഒന്നു കൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളു എന്നോടു സത്വരം ചെന്നു പറയുന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ. മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായരുൾ ചെയ്തിതു രാഘവൻ. സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടായി അതുമൂലം ആളവിളംബനമെന്തിനെന്നള്ളി മൂലമതിനുണ്ടതും പറഞ്ഞിടുവാൻ. ആളാവലോകനം കാര്യസാധ്യം നൃണ കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധ കർമ്മഫലം അക്ഷയം വരുന്നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാത്മേ. കാരണം മാത്രം പുരുഷപ്രയാസമെന്നാരുമറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീകലോചനൻ പാദങ്ങൾ തന്നാണ്. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നെ മുനിവേഷമോടുവാനീടുവൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും ഒന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയായിക്കൊണ്ടു യാതൊധാന്യാന്വയനാശം വരുത്തുവാൻ സത്യമിതെന്നരുൾ ചെയ്തൊരു ഉപതി ചിത്തപ്രമോദേന നാരദനന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡനമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാദരാൾ. നാരദരാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാനോർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കുമതിനുള്ള സംശയം. ശേഷമിന്നും അഥ കേൾക്കണമെങ്കിലോ ദോഷമയലുവാൻ ചൊല്ലുണ്ടൊന്നുണ്ടോ ഞാൻ. എങ്കിലോ രാജാ ദശരഥനേകദാ സങ്കലിതാനന്ദമാമറിയിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിയിടിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടാകാനിലാനന്ദമതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥമഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചിതെപ്പോഴതങ്ങിനെയെങ്കിലതുൾപ്പൂവിൽ
അനുരാഗമംഗലുണ്ടെപ്പോഴുമേറ്റമതോർത്തു കണ്ടീലയോ വന്നീല മാതുലനെ പാൻമതിന്നേറെ മുന്നേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ മുഖ്യം നല്ല നക്ഷത്രം. എന്നാൽ അവർ വരുവാൻ പാർത്തയിലിനിയൊന്നതുകൊണ്ടു മധു നിർണയം മാനസി. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങളിന്നതു തന്നെ ബദ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വയ്യാതെ സാമുദമിപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുമതാളോണുമത്യുന്നത ഘോരമായുള്ള പെരുമ്പറനാദവും പുരി ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രനെ നോക്കിയരുൾ ചെയ്തു. എല്ലാ വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണമുൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളമായായി നാളീക നേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരുമന്നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും വന്ദരമെന്നിയെ സംഭരിച്ചിടുവൻ. ചിത്തേ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിതം വസിഷ്ഠമുനിയരുൾ ചെയ്തു. നാളെ പുലർക്കാലേ ചമയിച്ചു ഏണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ 16 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം 4 ഒമ്പനാരാൽ വരേണമലങ്കരിച്ചങ്കണേ. ദിവ്യനാനാതീർത്ഥ വാരിപൂർണങ്ങളായി ദിവ്യരത്നങ്ങളമുൾത്തി വിചിത്രമായി സ്വർണ്ണ കലശ സഹസ്രം മലയജ വർണ്ണങ്ങൾ കൊണ്ടു വായി വച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മുന്നിഹ ചക്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണിമാല്യ രാജാത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിഹ ഉശപാണികളാൽ സഭാന്തിയെ നർത്തകിമാരോടു വാരവധൂജനം നർത്തഗായ വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണമോർവീശ്വരാംഗണേ നിന്നു മനോഹരം. ഹത്യസ്യ പത്തി രഥാദിമഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും
രാഘവാഭിഷേകാർത്ഥമായി ഇതം സുമന്ത്രരെയും നിയോഗിച്ച സത്വരം തേരിലേറി വസിഷ്ഠനും ദാശരഥി ഗൃഹമെത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം. നിന്നതു നേരമറിഞ്ഞൊരു വരൻ ചിന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും ഒടുത്തിരുത്തി തഥാ പത്നിയോടുമതിഭക്തിയാരൂതമൻ പൊൽകലശസ്ഥിതി നിർമ്മലവാരിണാതൃക്കാൽ അഴുകിച്ചു പാദാബ്ജതീർത്ഥവും ഉത്തമാംഗേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായേൻ അടിയനതീവ ഏളിന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു. നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ. തൽപാദപങ്കജീർത്ഥം ധരിക്കയാൽ ദർപ്പവൈനിയും ധന്യനായി നിന്നാൻ. തൽപാദതീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്കു ഉപദേശാർത്ഥ അത്ഭുത വിക്രമ ചൊന്നതു നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാനിന്നവനാകുന്നതെന്നുമിന്നെടോ. സാക്ഷാൽ പരംബ്രഹ്മമാ പരമാത്മാ മോക്ഷദൻ നാനാജഗൽമയനീശ്വരൻ ലക്ഷ്മീ ഭഗവതിയോടും ധരണിയിലെ കാലമത്ര ജനിച്ചിതോ നിശ്ചയം. ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണായ രാവണനെ ഒന്നു താപം എടുപ്പാനും ഭക്തജനങ്ങൾക്കു മുക്തി സിദ്ധിപ്പാനുമിത്ത അവതരിച്ചേടിന ശ്രീപദേ. ദേവ ആര്യാർത്ഥമേവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാനിതു ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മനുഷ്യനായി ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാനാചാര്യനേക്ഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗദിത്താർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചാര്യനല്ലോ ഭവാനോർക്കിൽ പിതൃനാം പിതാമഹനും ഭവാൻ. സർവേഷു ഗോചരനായ അന്തര്യാമിയായി സർവജഗദ്യാന്ത്രവാഹനായ നീ ശുദ്ധ തത്വാത്മമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായ ജാതനാം.
എന്നോടു ദാതാവു താനരുൾ ചെയ്താൻ എന്നറിഞ്ഞത്രേ. സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭവാനോട് സംബന്ധമാം ശാനൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരിയിലും പിഴയല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥമൊന്നപേക്ഷിക്കുന്നതുണ്ടു ഞാനിന്നും യോഗേശതേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിക്കായമാം ആചാര്യനിഷ്കൃതി ആമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പിക്കായമേ. ത്വൽപ്രസംഗാൽ സർവമുക്തിമിപ്പോളിത അപ്രവക്തവ്യം മയാ രാമപുത്രജിൽ. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്രേ വന്നേനിവിടേക്കു ഞാൻ. ഉണ്ടഭിഷേകം അടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴർന്നവനഹം. വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാനോരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാതെ വന്നീടുഷസ്സിനു നീ എന്നരുൾ ചെയ്തു. ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. താതനിനി അഭിഷേകമിളമായി മോദേന ചെയ്യുമടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാനതിനൊരു കർത്താവു നീ രാജഭോക്താവും നീയത്രേ. വത്സ മമത്വം ബഹി പ്രാണനായാൽ ഉത്സവത്തിനു ഓർപ്പിട്ടു കൊണ്ടായും നീ. മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ലിതിന്നു നമ്മോടാരും. ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടും ചിത്തമോദാലറിയിച്ചു സമസ്തവും. രാജീവ സംഭവ നന്ദൻ തന്നോടു രാജാ ദശരഥാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധേനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു പുമാൻ. സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാൾ. കൗസല്യയും തനയാഭ്യുദായാർത്ഥമായി കൗതുകമോട് പൂജിച്ചു ലക്ഷ്മിയെ. നാഥേ മഹാ
ദേവി നീയേ തുണയെന്നു ചേതസി ഭക്ത്യാ വണങ്ങി വാണീടിനാൾ. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം അഴിച്ചിടുമെന്നുമേ ഏകയ പുത്രീ വശ ഗതനായാലാഉലമുള്ളിൽ വളരുന്നിതേറ്റം ദുർഗേ ഭഗവതി ദുർഗതിനാശിനി ദുർഗതി നീ തുണച്ചീടു അംബികേ. ആമുവനല്ലോ നൃപതി ദശരഥൻ ആമിനി ചിത്തമെന്തീശ്വര നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാം ഒത്തുനിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാൽ അയോധ്യയിലെ എഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ നാം അവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വിരവോടു കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്നമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ധരതൻ വദനാന്തരേ വാണിടിനാൾ ചെന്നു ദേവ കാര്യാർത്ഥമായി. അപ്പോൾ ത്രിവിക്രയാ ഉജ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോടു ചൊല്ലിനാൾ. മന്ധരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ. നാളികലോചനായ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർവിതേ ഇടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ ഏറിയൊരാപത്തു വന്നടുത്തു നിന ആരുമൊരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകമടുത്ത നാളുണ്ടെടോ ആമിനിമാർ ഊലമൗലി മാണിക്യമേ. ഇതമവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചു ധാനവും ചെയ്തു ഏകയ പുത്രിയും. ചിത്രമായൊരു ചാമീകനൂപുരം ചിത്തമോദേന നൽകിയിടിനാളാദരാൾ. സന്തോഷമാനിരിക്കുന്ന കാലത്തിങ്കലെന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാനറിഞ്ഞില്ലതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയമെൻ
ഏറ്റവും. രാമനും ഔസല്യാദേവിയെ ആളെന്നെ പ്രേമമേറും ന്യൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിയ നീ. നല്ല വസ്തുക്കളെനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമ നന്ദനൻ. ഇഷ്ടമല്ലാതൊരു വാക്കു പറയില്ലൊട്ടുമേ ഭേദമവനില്ലൊരിക്കലും. അശ്രാന്തമെന്നയത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ഞായും പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാനവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ, നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ. ഏയപുത്രിതൻ വാക്കുകൾ കേട്ടളവാകുല ചേതസാ പിന്നെയും ചൊല്ലിനാൾ. പാപേ മഹാഭയ കാരണം കേൾക്കനി ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ. തൊൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ ആത്മതിജ്ഞായച്ചതും ചേതസി കൽപ്പിച്ചത് കൊണ്ടു തന്നേതും. രാജാഭിഷേകം കൃതം രാമനെങ്കിലോ രാജാനുഭൂതി സൗമിത്രിക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രനും കണ്ടു നിർഭാഗ്യയായൊരു നീ ദാസിയായി നിത്യവും ഔസല്യ തന്നെ പരിചരിച്ചിടുക. ഔസല്യാനന്ദനന്ദനൻ ഭരതനും സേവിച്ചു കൊണ്ടുപൊറു എന്നതും വരും. ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ നാട്ടിൽ നിന്നാട്ടി അളയിലുമൊരു പാട്ടം വരാതെ വധിച്ചിടുയിലുമാ. സാമജ്ഞ ജാതപരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴുകയിൽ നൽകൂ മരണമതിനില്ലു സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതോ കേൾക്ക നീ. ഉത്സാഹമുണ്ടു നിന എങ്കിലീ കാലം തൊൽസുതൻ നിന്നെ വാഴിക്കും നരവരൻ. രാമനീഴേരാണ്ടും ആനനവാസവും ഭൂമി പാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതന്നു വരുമതി പ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം. വേണമെന്നായിലതിന്നൊരുപായവും പ്രാണസമേ തവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർദ്ധിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നുടെ സൈന്യസമം തേരിലേറിനാൻ. നിന്നോടു കൂടവേ വിണ്ണിലകമ്പുക്കു സന്നദ്ധനായി ചെന്നസുരരോടേറ്റപ്പോൾ
ചിഹ്നമായി വന്നു രത്നാശീലം പോലില്ലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം ഈലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ ചിത്രമത്രേ പതി പ്രാണരക്ഷാർത്ഥമായി യുദ്ധം അഴിവോളമങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധ നിവൃത്തനായോരു ദശാന്തരെ നിൻ തൊഴിൽ കണ്ടതി സന്തോഷമുൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനു. നിൻ ചരിതം നന്നു നിരൂപിച്ചാൽ 2 വരം ഞാൻ തരാം. നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം വരിച്ചു കൊണ്ടാലും നീ. ഭർതൃവാക്യം കേട്ടു നീയുമന്നേരത്തു ചിത്തസമ്മോദം വളർന്നു ചൊല്ലിടിനാൾ. ദത്തമായോരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ നൃപതീശ്വര. ഞാനൊരവസരത്തിങ്കലപേക്ഷിച്ചാൽ നൂനം വരാതെ തരിയെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദദ്വയമെന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നു ഇടന്നിതു മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയ. ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന ഇടനി ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ പൂണ്ടോരു ആർക്കൂണ്ടലഴിച്ചിട്ടു ഭൂമേനിയും പൊടി കൊണ്ടങ്ങണിഞ്ഞിഹ ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലേ മുഖവും മുലകളും നന്നായി നനച്ചു അരഞ്ഞു കൊണ്ടർത്തിച്ചു കൊള്ളുക വരദ്വയം ഭൂപതി. സത്യം പറഞ്ഞാലുറപ്പിച്ചു മാനസം മന്ധര ചൊന്ന പോലെ അതിനേതു ഒരന്തരം കൂടാതെ ചെന്നു കൈയേയും പഥ്യമിതോ തനി എന്നു കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയം മേവിനാൾ. മന്ധരയോട് ചൊന്നാളിനി രാവൻ ആനനത്തിനു പോവോളവും ഞാനിവിടെ ഇടന്നിടുവനല്ലായിൽ പ്രാണനെയും കളഞ്ഞിടുമെൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതന്നു ഭൂപതി ചെയ്താനഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങളതിനില്ല സംശയം. ഏതുമിതിന്നൊരിളക്കം വരായികയിൽ നീ ചേതസി ചിന്തിച്ചു ആര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ യൗവണ്ണമനു
അനുഷ്ഠിച്ചു രാജ്ഞിയും. ധീരനായേറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശവാക്യസ്ഥിതിതനായി സുശീലനായ ശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെങ്ങിരിയിലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നു കൂടും ദൃഢം. ദുർജന സംസർഗമേറ്റമകലവേ വർജിയേണം പ്രയത്നേന സൽപുമാൻ അഞ്ചളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. എങ്കിലോ രാജ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തപുരമകം അരുളിയിടിനാൾ. അന്നേരമാത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായ ആരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിതങ്ങൾ നിരൂപിച്ചിതീദൃശം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നു കൂടും വിധൗ മന്ദസ്മിതം ചെയ്തരിവരും പുരാ സുന്ദരിയാമിവളിന്നിങ്ങു പോയിനാൾ മന്ദമാകുന്നിതൊന്നേഷൻ മാനസേ. ചൊല്ലുവിൻ ദാസികളെ ഭവൽ സ്വാമിനി കല്യാണഗാത്രി മറ്റിങ്ങു പോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചിതതിന്മൂലമേതുമറിഞ്ഞില്ല ഞങ്ങളോ മന്നവ. തത്ര ഗത്വാ നിന്തിരുവടി ദേവി തൻ ചിത്തമനുസരിച്ചിടു അവൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നരികത്തിരുന്നു സംഭ്രമം. മന്ദം മന്ദം തലോടി തലോടി പ്രിയേ സുന്ദരി ചൊല്ലു ചൊല്ലെന്റെ തൂവല്ലഭേ. നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞ തങ്കമോടു ഇടക്കുന്നതെന്തു നീ ചേതോ വിമോഹനരൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോടു ചൊല്ലിടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കിടോ. നാരികളായ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രിയം ചെയ്തതു വല്ലഭേ. ദണ്ഡ്യനെന്നാകിലും വന്ധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ. നിർധനനെത്രയും ഇഷ്ടൻ നിനക്കെങ്കിലർത്ഥ പതിയാക്കി വെപ്പനവനൻ ഞാൻ. അർത്ഥാവനേഷമനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവനെന്നും അവന് ഞാൻ.
വന്ധ്യനേ നൂനമവന്ധ്യനായിടുവൻ വന്ധ്യനായിടാമവന്ധ്യനെ വേണ്ടു നൂനം നിന അധീനം മമ ജീവനും മാനിനി ഹേതിപ്പതിനെന്തോ കാരണം മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗളശീലനാം ശ്രീരാമനാണ് ഞാൻ അങ്കനാരത്നമേ ചെയ്വവൻ തൻഹിതമിങ്ങനെ ഖേദിപ്പിക്കായമാം വല്ലഭേ. ഇതം ദശരഥൻ അയ്യേരി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണീരും തുടച്ചുത്ഥാനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൾ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞു നേരെങ്കിലുന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമായിടായ സത്യത്തെ മന്നവ. എങ്കിലോ പണ്ടു സുരാസുരയോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ സന്തുഷ്ട ചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വീണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു ഭവാങ്കല തുരണ്ടു മിച്ചമുണ്ടെന്നു വാങ്ങിടുവാൻ ഭൂപതി. എന്നതിലൊന്നു രാജാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കേണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരെ ആലം 14 വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം രാമനുഷസി വനത്തിനു പോവണം എന്നിവ രണ്ടു വരങ്ങളും നൽകുന്നു മരണമെനിക്കുള്ള നിർണയം. എന്നു അയ്യേരി പറഞ്ഞോരനന്തരം മന്നുവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമറ്റന്ത്രി പതിച്ച പോലെ ഭൂവി സജ്ജരചേതസാ വീണിതു ഭൂപനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു അന്നു നീർവാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹവാക്കുകൾ ആയതെന്തയ്യോ ദുസ്വപ്നമാഹന്ത ആണയോ ഞാനിഹ. ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യു സമയമുപസ്ഥിതമാകയോ. ഇമേ തല്ലൃതം
ശങ്കരാ ദൈവമേ പങ്കജലോചന ഹാ പരബ്രഹ്മമേ വ്യാറിയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി ഭയം പൂണ്ടോ ദശരഥൻ ദീർഘമായി വീർത്തു വീഴ്ത്തേവമുര ചെയ്തു. എന്തീ വണ്ണം പറയുന്നതു ഭദ്രേ നീ എന്തു നിന്നോടു പിഴച്ചതു രാഘവൻ മൽ പ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോളുര ചെയ്യുവതിനെന്തു കാരണം? എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നീ. നിനക്കിന്നിതു തോന്നുവാനെന്തൊരു കാരണം? നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ? രാമനാലേതും ഭയം നിനക്കുണ്ടാ? ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു അരഞ്ഞു പോയി ചെന്നുടൻ ആൾക്കൽ വീണു മഹീപാലനും നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയിയും ധാത്രീപതീശ്വരനോടു ചൊല്ലിയിടിനാൾ. ഭ്രാന്തനെന്നായോ ഭൂമിപതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്നിങ്ങനെ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരുമാ സത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൾ. പങ്കജനേത്രനാം രാമനുഷസിനു ശങ്കാവിഹീനം വനത്തിനു പോയി എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നല്ലൊരു സംശയം. സത്യസന്ധൻ ഭൂവിരാജാ ദശരഥൻ എത്രയെന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാദുഃഖാനുഭൂതിയുണ്ടാകേണ്ട. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥാ മിഥ്യയായിടല. കൈകേയി തന്നുടെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപത്തോടു മോഹിച്ചു വീണീടിനായി. പിന്നെയുണർന്നിരുന്നും ഇടന്നും മകൻ തന്നെയോർത്തും പറഞ്ഞും കരഞ്ഞും സദാ രാമ രാമേതി രാമേതി പ്രലാപേന യാമിനീ പോയിതു വത്സരതുല്യയായി. ചെന്നാരരുണോദയത്തിൽ
മംഗളവാദ്യസ്തുതിജയശബ്ദേന സംഗീതഭേദങ്ങളെന്നിവറ്റെ കൊണ്ടും പള്ളി ഉറുപ്പുണർത്തിയിടിനാരന്നേരം ഉള്ളിലുണ്ടായ ഓപേന കൈകേയിയും ക്ഷിപ്രമവരെ നിവാരണം ചെയ്താൾ. വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിസ്പൃശോ വൃക്ഷലാദിജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റ ഉടതഴ ചാമരം താലവൃന്ദം ഒടിതോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണാവാരിചരതങ്ങളിൽ പദാദിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂലചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാർ. സ്ത്രീബാലാവൃദ്ധാവധി പുരാവാസികളാ ബന്ധ കൗതുഹലബ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേവിനാർ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മലരത്ന കിരീടമണിഞ്ഞതി രമ്യമാകരായിത മണി ഉണ്ടല സംവൃത്ത ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകലോചന ഭംഗിയും പുണ്ടരീകാരാതി മണ്ഡല കുണ്ടലവും ചന്ദ്രികാ സുന്ദര മന്ദസ്മിതാഭവും ഉന്തമുകുള സമാനദന്തങ്ങളും ബന്ധു അസൂന സമാനാധരാഭയും അന്തരരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറുമുദരവും സന്ധ്യാഭ്ര സന്നിഭ പീതാംബരാഭയും പൂഞ്ചേലമീതേ വിളങ്ങി മിന്നിടുന്ന ആഞ്ജന കാഞ്ചിയും തനുമധ്യവും കുംഭീ കുലോത്തമൻ തുമ്പിക്കരം കൊണ്ടു കുമ്പിട്ടു കുപ്പിയിടുമൂരുമൂ ആണ്ഡങ്ങളും ഉമ്പീന്ദ്ര മസ്തക സന്നിഭജാനുവും അംബോജബാണ നിശങ്കാഭജ ജംഘയും അമ്പം കലർന്നു അമഠപ്രവരനും കുമ്പിടുന്നൊരു പുറവടി ശോഭയും അംബോജതുല്യമാമാരി തലങ്ങളും ജംബാരിരത്നവും തൊഴും തിരുമേനിയും ഹാര അടവലയാങ്കുലിയാതി ചാരുതരാഭരണവലിയും പൂണ്ടു വാരണവീരൻ കഴുത്തിൽ തിറത്തോടു ഗൗരാതപത്രം ധരിച്ചരികേ നിജ ലക്ഷ്മണനായ സോദര
രാമചന്ദ്രം മുതാ കാണായി വരുന്നു നമുക്കിനി എന്നിടം. മാനസാതാരിൽ ഉദിച്ച നമുക്കെല്ലാം ശോണീപതി സുതനായ രാമനെ കാണായി വരും പ്രഭാതേ ബത നിർണയം. രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നതോ ചീർത്ത് വിഷാദമോദസുയമുൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു പാർത്താനന്ദപൂർണാമൃതാബ്ധിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിടിനാർ പുരവാസികളാദരാൽ. രാമ 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 പാഹി മാം. 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 രാമ 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 രാമ